എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഇതിനാവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. അപ്പോൾ ആദ്യം തന്നെ 2 സ്ലൈസ് ബ്രെഡ് ഒന്നിച്ച് വെക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു അടപ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അത് റൗണ്ടായിട്ട് നമ്മൾ മുറിച്ചെടുക്കണം. 2 ബ്രെഡ് വെച്ചിട്ട് വേണം മുറിച്ചെടുക്കാൻ. ഇതേപോലെ നമുക്ക് ആവശ്യമുള്ളത് എത്ര ബ്രെഡാണോ അത്രയും ബ്രെഡ് ഇതേ രീതിയിൽ നമ്മൾ മുറിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ മുറിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം നമുക്ക് ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ചെയ്യേണ്ടത് ഓരോ പീസും നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഓരോ പീസും മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ നേരത്തെ ബാക്കി വന്ന ബ്രെഡ് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയിട്ടുണ്ട്, അതിലൊന്ന് തട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മുട്ട മുഴുവനായിട്ടാണ്. അത് വെറുതെ വേസ്റ്റായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മുട്ടയുടെ വെള്ള മാത്രമാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒന്ന് മുട്ടയിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസ് കൊണ്ട് നല്ല പോലെ കവർ ചെയ്തെടുക്കണം. എല്ലാ സൈഡും നല്ല പോലെ കവർ ചെയ്തെടുക്കണം. കാരണം എണ്ണയിലിട്ടുമ്പം 2 ബ്രെഡും വേർതിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ കവർ ചെയ്തെടുക്കുക. ഇതുപോലെ കവർ ചെയ്തെടുക്കുക. ഇനി ഇത് നല്ല പോലെ ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇളം ചൂടല്ല, നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നല്ല പോലെ അത് പൊരിച്ചെടുക്കുക. ഇതേപോലെ ഓരോ ബ്രെഡും നമ്മൾ ആദ്യം പൊരിച്ച് റെഡിയാക്കി മാറ്റി വയ്ക്കാം. കണ്ടല്ലോ, ഇത് റെഡിയായി. ഇനി ഇതിനുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ക്യാബേജ്, ഇത് ഏതാണെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി എടുക്കുക. ഇത് കുറച്ച് കുക്കുംബറാണ്. പിന്നെ കുറച്ച് സവാള, അതുപോലെ തന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്, അതുപോലെ കുറച്ച് തക്കാളി. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഏതാ കയ്യിലുള്ളത് വെച്ച് നിങ്ങൾ അതിനനുസരിച്ച് എടുത്താൽ മതി. കൂടുതലുണ്ടായാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി 3 ഇട്ട് വേവിച്ച ചിക്കൻ. അത് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ ചേർക്കേണ്ടതാണ് കുറച്ച് കുരുമുളക് പൊടി. അതും നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അത്ര ചേർത്താൽ മതി. ഇനി അതും നല്ലപോലെ യോജിപ്പിച്ച് എല്ലാ ഭാഗത്തേക്ക് എത്തിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മയണൈസ് ചേർക്കണം. അത് ഒരു 2 ടീസ്പൂണോ 2 ടേബിൾ സ്പൂണോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൂട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ എന്താ പറയുക, നോൺ വെജ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിൽ നിന്ന് ചിക്കൻ മാറ്റിയാൽ മതി. എന്നാൽ നിങ്ങൾക്കത് അങ്ങനെയും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ പൊരിച്ച് വെച്ചിട്ടില്ലേ ബ്രെഡ്, അത് നമ്മൾ 2 ആക്കിയിട്ട് മുറിക്കണം. കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് 2 പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതേ രീതിയിൽ മുറിച്ചെടുക്കുമ്പം നമ്മൾ 2 ബ്രെഡ് വെച്ചല്ലേ ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഒരു സ്പേസ് ഉണ്ടാവും. ഈ സ്പേസിനകത്താണ് നമ്മൾ ഈ ഫില്ലിങ് വെക്കുന്നത്. ഈ ഒരു സ്പേസിനകത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. അത് നല്ല പോലെ പൊട്ടിപ്പോകാത്ത രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്യുക. ഭയങ്കരമായിട്ട് കുത്തി നിറച്ചാൽ സൈഡ് പൊട്ടിപ്പോകും. അപ്പം പൊട്ടിപ്പോകാത്ത രീതിയിൽ നിങ്ങൾ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഇതേപോലെ എല്ലാ പീസ് ബ്രെഡും ഓരോ പീസ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ പീസിനകത്തും നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതേ രീതിയിൽ എല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ, ഒട്ടും പ്രയാസമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത്. ഈ നോമ്പിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയും ചെയ്യണം. താങ്ക്